ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം ഇയ്യോബ് 32 മുതൽ 34 വരെയുള്ള അധ്യായങ്ങളാണ്. ഇയ്യോബ് 32 അധ്യായത്തിൽ എലീഹു എന്ന പുതിയ വ്യക്തി സംസാരിക്കുവാൻ തുടങ്ങുന്നു. അവൻ യുവാവായതിനാൽ ആദ്യം മിണ്ടാതിരുന്നതാണ്. എന്നാൽ ഇയ്യോബിനോടും സുഹൃത്തുക്കളോടും അവൻ കോപിക്കുന്നു. ഇയ്യോബ് ദൈവത്തെക്കാൾ തൻ്റെ നീതി തെളിയിക്കാൻ ശ്രമിച്ചതിനും സുഹൃത്തുക്കൾ ശരിയായ മറുപടി നൽകാതിരുന്നതിനും ആണ് കോപം. ദൈവത്തിൻ്റെ ആത്മാവാണ് ജ്ഞാനം നൽകുന്നതെന്ന് അവൻ പറയുന്നു. ജ്ഞാനം പ്രായത്തിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവം ആരെയും ഉപയോഗിക്കാം, സ്വയം നീതീകരിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവാണ് യഥാർത്ഥ ബോധം നൽകുന്നത്. യുവാക്കളിൽ നിന്ന് പോലും സത്യവാക്കുകൾ കേൾക്കുവാൻ നാം തയ്യാറാകണം. പ്രായത്തെ മാത്രം അടിസ്ഥാനമാക്കി വിധിക്കരുത്. സ്വയം നീതീകരിക്കുന്ന മനോഭാവം ഒഴിവാക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. ഇയ്യോബ് 33 അധ്യായത്തിൽ എലീഹു ഇയ്യോബിനോട് നേരിട്ട് വീണ്ടും സംസാരിക്കുന്നു. ദൈവം പല വിധത്തിൽ സംസാരിക്കുന്നു എന്ന് പറയുന്നു. സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, കഷ്ടതകൾ എന്നിവ വഴി മനുഷ്യനെ തെറ്റിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാനാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. കഷ്ടത ശിക്ഷ മാത്രമല്ല, ശുദ്ധീകരണവും ആകാം. ദൈവം കരുണയുള്ളവനാണ്. ദൈവം എല്ലായ്പ്പോഴും മനുഷ്യനോട് സംസാരിക്കുന്നു. കഷ്ടതകൾ ആത്മീയ വളർച്ചയ്ക്കായി ഉപയോഗിക്കാം. ദൈവം നശിപ്പിക്കുവാൻ അല്ല, രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആയതിനാൽ അവിടുത്തെ ശബ്ദം നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കണം. കഷ്ടതകളിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നാം പഠിക്കണം. എന്തുകൊണ്ട് എനിക്ക് എന്നതിന് പകരം എന്താണ് ദൈവം എന്നെ പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കണം. വെല്ലുവിളികൾ നമ്മെ രൂപപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് വിശ്വാസം വേണം. ഇയ്യോബ് 34 എലീഹു ദൈവത്തിൻ്റെ നീതിയെ സംരക്ഷിക്കുകയാണ്. ദൈവം തെറ്റ് ചെയ്യുകയില്ലെന്ന് പറയുന്നു. മനുഷ്യരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ദൈവം പ്രതിഫലം നൽകുന്നു. ഇയ്യോബിൻ്റെ ചില വാക്കുകൾ അവൻ ചോദ്യം ചെയ്യുന്നു. ദൈവം എല്ലാം നീതിപൂർവം ഭരിക്കുന്നു എന്ന് അവൻ ഉറപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നീതി പൂർണ്ണമാണ്. മനുഷ്യബുദ്ധിക്കത് മുഴുവനായി മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൽ വിശ്വാസം വേണം. അവൻ്റെ വിധികൾ എപ്പോഴും ശരിയാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകാത്തപ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നമുക്ക് വിശ്വാസം വേണം. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം. വിശ്വാസം ദൈവത്തെ വിശ്വസിക്കുന്നതിലാണ്. ചിന്തിക്കാൻ 2 ചോദ്യങ്ങൾ. എനിക്ക് ഇഷ്ടമില്ലാത്ത സത്യങ്ങൾ പോലും ഞാൻ സ്വീകരിക്കുന്നുണ്ടോ? കഷ്ടതകളിൽ ഞാൻ ദൈവത്തിൻ്റെ ഉദ്ദേശം അന്വേഷിക്കുന്നുണ്ടോ? ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.